ശ്യാമേ, നമ്മുടെ മുകേഷ് MLA പണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പുല്ല് വലയല്ലോടാ അപ്പം നീ എനിക്ക് തരുന്നതെന്ന്. അതുപോലെയാണ് ഇപ്പോൾ ട്രംപ് ചോദിക്കുന്നത്, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നത്. കാരണം ഇന്നലെ ട്രംപ് മുൻകൈയെടുത്താണ് ഈ വെടിനിർത്തൽ കരാർ ഒപ്പുവെപ്പിക്കുന്നതും അതിനുശേഷം ട്രംപ് തന്നെയാണ് ഇത് ലോകത്തിനോട് പറയുന്നതും. രണ്ട് രാജ്യങ്ങൾക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിപ്പിടുകയും ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാർത്തകൾ വരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അവർ ആക്രമണം തുടരുന്നു. അപ്പോഴാണ് ട്രംപ് ചോദിക്കുന്നത്, പുല്ല് വിലയല്ലേടാ. അതിന് അതിൻ്റെ ബാക്കി ഒരു സെൻറ്റൻസ് ഉണ്ട്, അത് നമ്മൾ പറയുന്നില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ട്രംപിനെ കോമാളിയാക്കുകയാണോ മണ്ടനാക്കുകയാണോ ഈ പാകിസ്ഥാൻ ചെയ്തത്? ഈ ഇന്ത്യ പാകിസ്ഥാൻ ഈ ഫയറിങ് ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടൽ. ഇതിപ്പം മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽമാരുടെ ചർച്ചയിലുണ്ടായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇന്നലെ 3:35 ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് അവിടുത്തെ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടറുടെ കോളെത്തി. 3:35 ഇന്നലെ രാവിലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു, ഇത് നമ്മൾക്ക് ഇന്ത്യക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല, നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നേടിക്കഴിഞ്ഞു. പിന്നെ ഇങ്ങോട്ട് തരുന്നതിന് അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം നമുക്കുണ്ടാകും. 4000 കോടി മുതൽ 5000 കോടി വരെ ചിലവ് വരും ഇതിനെ തടുത്ത് നിർത്തുക എന്ന് പറയുന്നത്. അതായത് അവരിങ്ങോട്ട് പറത്തിവിടുന്ന ഡ്രോണുകളെ തടുത്ത് നിർത്തി, അതുപോലെ തന്നെ അവരുടെ മിസൈലുകളെ നശിപ്പിക്കുക, ഇങ്ങനെയുള്ള വലിയ ചിലവ്, നമുക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. മാത്രമല്ല സാമ്പത്തിക മേഖല, നമ്മുടെ സാമ്പത്തിക മേഖല ആകെ ഇടിയും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും നോക്കാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്മാരാണ് അവന്മാരെ കൊണ്ട് ഇനിയൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ഇഷ്ടം പോലെ ആയുധങ്ങൾ ഫ്രീ ആയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നമ്മൾ എന്താണോ ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യം നമ്മൾ നേടിക്കഴിഞ്ഞു. പിന്നെ അവരെ കൊണ്ട് ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് നല്ല വ്യക്തമായി ഇന്നലെ രാവിലെ മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 9 വ്യോമത്താവളങ്ങളാണ് ഇന്നലെ അടിച്ച് നശിപ്പിച്ചത്. റൺവേ അടക്കം ഇന്ത്യ തകർത്തു 9 ഇടത്ത്. അതിൽ തന്നെ റഫീഖി, മുറീദ്, ചക്ലാല, റഹിയാർ ഖാൻ, സുക്കൂർ, ചുനിയൻ, സ്കർദു, സർഷോദ, ജക്കോബാദ്, റാവൽപിണ്ടിയും റഫീഖിയും ചക്ലാലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങൾ. ഇതിൽ തന്നെ 3 അവർ നേരത്തെ സിവിലിയൻ എയർപോർട്ടായിരുന്നു. ആ എയർപോർട്ട് സൈന്യം എടുത്ത് സൈനിക വ്യോമ കേന്ദ്രമാക്കി. റാവൽപിണ്ടി എനിക്ക് തോന്നുന്നു വളരെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റാവൽപിണ്ടി. അത് കഴിഞ്ഞാൽ റഫീഖി, പിന്നെ ചക്ലാല. അങ്ങനെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളുടെ റൺവേ അടക്കം ഇന്നലെ ഇന്ത്യ അടിച്ച് തകർത്ത് കളഞ്ഞു. അപ്പോൾ പിന്നെ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവരെങ്ങനെയെങ്കിലും ഇന്നലെ ഒരു ഫയറിങ്ങും കൂടെ നടത്തി ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇത് അവസാനിപ്പിക്കണം. അധിക നേരം ഈ ഡ്രോൺ പറത്തിയുള്ള കളി നടക്കത്തില്ല. അധിക നേരം എത്ര നേരം ഇവർ ഇതിങ്ങനെ പറത്തിവിടും? ഒരുപാട് നേരം ഇതിങ്ങനെ പറത്തിവിടാൻ പറ്റൂലല്ലോ. ഒരുപാട് നേരം പറത്തിവിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം. പിന്നെ അവർ പറയുന്നത് അവർ തോൽവി ഭയന്നാണ് ഏറ്റവും അവസാനം ആണവായുധം വരെ പ്രയോഗിക്കും എന്ന് പറഞ്ഞത്, ഭീഷണിപ്പെടുത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തന്നെ അറിയാം, ഈ പറത്തുന്നവൻ പോലും പിന്നെ ജീവനോട് ഉണ്ടാവില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അതിങ്ങോട്ട് പറത്തിവിടാൻ നോക്കുന്നത്. ഇപ്പോൾ ആണവായുധം എടുത്ത് പ്രയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രയോഗിക്കുന്നവൻ പോലും പിന്നെ ഉണ്ടാവില്ല, അവനെ വരെ ഇന്ത്യ തീർക്കും. അതാണ് രീതി. മോദിയാണ് ഭരിക്കുന്നത്, അത് ഇപ്പോഴും നമ്മൾ പറയുന്നു, മോദിയാണ് ഭരിക്കുന്നത്. ഈ അയക്കുന്നവൻ പോലും പിന്നെ ഉണ്ടാവില്ല. അതാണ് നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതി, ആ നിലപാട്. ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നു, എന്തുകൊണ്ട് ഇന്ത്യ പിന്മാറി, ഇന്ത്യ അമേരിക്കയെ ഭയന്ന് പിന്മാറി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിത് തീർത്തണമെന്ന് എത്രയോ ദിവസം മുമ്പ് മെയ് 7 നമ്മൾ തീരുമാനിച്ചതാണ്. മെയ് 7 കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് മെയ് 10 വരെ നീട്ടിക്കൊണ്ട് പോകാനുള്ള കാരണം അവർ പിന്നെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോഴാണ് നമ്മളതിന് പ്രതിരോധം തീർക്കാൻ തയ്യാറായത്. ഇങ്ങോട്ട് എത്ര കിട്ടുന്നോ അങ്ങോട്ട് അതേ രീതിയിൽ തിരിച്ചു കൊടുത്തു, അല്ലാതെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തു എന്നല്ലാതെ പിന്നീട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് താല്പര്യം. നമ്മൾ നേടാനുള്ള ലക്ഷ്യം നേടിക്കഴിഞ്ഞു. അപ്പോൾ പലരും ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ ഈ ആക്രമിച്ചവരെ പിടിച്ചില്ല? ആക്രമിച്ചവരെ അല്ല, അയച്ചവന്മാരെയാണ് തകർത്തത്. ആക്രമിക്കാൻ ഇഷ്ടം പോലെ ചാവറുകളൊക്കെ കിട്ടും. ഇപ്പോൾ ഈ പഹൽഗാമിൽ വന്നവന്മാർക്ക് ആർക്കും ജീവനോടെ പോകാൻ ഒരു താല്പര്യവുമില്ല. അവന്മാരെ ആരെങ്കിലും വെടിവെച്ച് വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ അവന്മാർക്കത് വിഷയമല്ല. അവന്മാർ ഇതിനു വേണ്ടി വന്നവന്മാരാണ്. അവന്മാർ ചാവേറായിട്ട് വന്നവരാണ്, ചാകാൻ വേണ്ടി തയ്യാറായി വരുന്നവന്മാരാണ് അവന്മാരെ ആർക്ക് വേണം? അവന്മാരെ കിട്ടിയാൽ നമ്മൾ കൊല്ലും, അത്രയേ ഉള്ളൂ. പക്ഷേ സൂത്രധാരന്മാരെല്ലാം തീർന്നു. പിന്നെ അത് ഭാൽപൂരിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരെ അടിച്ച് തകർത്ത് കളഞ്ഞു. അത് ഇവിടുത്തെ ഏത് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ മുംബൈ അറ്റാക്ക് കിടന്നു, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഈ ആക്രമിക്കാൻ വന്നവരെ ജീവനോടെ കിട്ടിയത് കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റി. വേറെ എന്ത് ചെയ്യാൻ പറ്റി ഇന്ത്യക്ക്? അന്ന് ഭരിച്ച ഗവൺമെൻറ്റിന് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റി?
ഇതുപോലെ തിരിച്ചടിക്കാൻ പറ്റുമോ? കേന്ദ്രത്തിൽ പോയി ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രത്തിൽ പോയി തകർക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇപ്പോൾ അതെന്താ, ഇപ്പോൾ 9 കേന്ദ്രങ്ങൾ അടിച്ച് തകർത്തു ഇന്ത്യ. പിന്നെ 9 ഇപ്പോൾ വ്യോമത്താവളങ്ങൾ 9 പേരുടെ തകർത്തു. ഞാൻ പറഞ്ഞല്ലോ 3 ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളെല്ലാം തകർത്തു. വ്യോമ പ്രതിരോധ സംവിധാനം അവരുടെ തകർത്ത് കളഞ്ഞു. അവർ പിന്നെ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞ കള്ളത്തരങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഒരു പിന്നെ ഇതിൻ്റെ ഏതാ വ്യോമസേനയുടെ ഒരു ഉദ്യോഗസ്ഥ അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പൈലറ്റ്, വനിതാ പൈലറ്റ് അവരുടെ കയ്യിലാണെന്ന് പറഞ്ഞു. വലിയ കള്ളത്തരമാണ്. ഏറ്റവും വലിയ തട്ടിപ്പാണ് പറഞ്ഞത്. ഒരു വനിതാ പൈലറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദൃശ്യവും വീഡിയോയും പുറത്തു വന്നു. അതില്ല, അങ്ങനെ ഒരാൾ അവരുടെ കയ്യിലില്ല. അത് ചുമ്മാതാണ്. അവരുടെ കയ്യിൽ ആകപ്പാടെ BSF ജവാൻ മാത്രമേ ഉള്ളൂ. അന്ന് പിടിച്ചുകൊണ്ടുപോയ BSF ജവാൻ. അതല്ലാതെ അവരുടെ കയ്യിൽ ആരുമില്ല. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്താ, നമ്മുടെ S-400 തകർത്തു, പിന്നെ ബ്രഹ്മോസ് തകർത്തു. ഇതൊക്കെയാണ് അവർ പറഞ്ഞൊരു വലിയ കള്ളത്തരങ്ങൾ. പിന്നെ നമ്മുടെ റൺവേ അടക്കം ഫോട്ടോകൾ ഇന്നലെ അറ്റ് ദ ടൈമിലെടുത്ത ഫോട്ടോസ് ഇന്നലെ ഇന്ത്യൻ പിന്നെ ആർമി കാണിച്ചല്ലോ, കരസേന കാണിച്ചല്ലോ. കരസേന വ്യോമസേനയൊക്കെ കാണിച്ചു കൊടുത്തു. നമ്മുടെ ഒന്നും തകർന്നിട്ടില്ല. നമുക്ക് പരിസരത്തുള്ള സ്കൂൾ കെട്ടിടങ്ങൾ, മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളുമാണ് കേടുപാടുകൾ സംഭവിച്ചത്. റൺവേയിലേക്കോ അല്ലെങ്കിൽ വ്യോമത്താവളങ്ങളിലേക്കോ ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അവരെ കൊണ്ട് അത് പറ്റത്തുമില്ല. അത് നടക്കുന്ന കാര്യവുമല്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ഏറ്റവും വലിയ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും അവർക്കും ഒന്ന് തീർക്കണം. അവർക്കും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, അവർക്കും താല്പര്യമില്ല. പിന്നെ ചൈന അത് ചെയ്യത്തില്ല. ചൈന ചെയ്തു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ രണ്ടാകും എന്ന് ചൈനയ്ക്ക് അറിയാം. അതെ അതെ, ചൈന പാകിസ്ഥാൻ CPEC എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് പിന്നെ സാമ്പത്തിക ഇടനാഴി അത് തകരും. ചൈനയ്ക്ക് അത് തകർത്തുകൊണ്ട് പോകാൻ ഒട്ടും ബലൂചിസ്ഥാൻ വഴി പോകുന്നത്. അതെ അതെ, അതൊരു കാരണവശാലും ചൈനയ്ക്ക് അത് അങ്ങനെ തകർത്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം അനുഭവിക്കാൻ പോകുന്നത് ചൈനയാണ്. പിന്നീട് ചൈന ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആയുധങ്ങൾ ഏറ്റവും മോശപ്പെട്ട ആയുധങ്ങളാണ്, ക്വാളിറ്റി ഇല്ലാത്ത ആയുധങ്ങളാണ്. ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയുമാണ് ചൈനയുടെ ആയുധ വിപണി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചൈനയുടെ ആയുധങ്ങൾ വാങ്ങുന്നത് ലാറ്റിൻ അമേരിക്കയും ആഫ്രിക്കയുമാണ്. ഇത് ക്വാളിറ്റി ഇല്ലാതെന്ന് കണ്ടു കഴിഞ്ഞാൽ ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും അവരുടെ വിപണി നഷ്ടമാവും, ആയുധ വിപണി നഷ്ടമാവും. നിമിഷ നേരം കൊണ്ടാണ് ഈ പറയുന്ന അവരുടെ ആയുധങ്ങളെയൊക്കെ ഇന്ത്യ അടിച്ച് താഴെയിട്ടത്, പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിപ്പം കൊടുത്തു അവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുക ചൈന. അവരെയും പറഞ്ഞ പോലെ എല്ലാം ചൈനീസ് ഉൽപ്പന്നങ്ങൾ. അതെയാ, എല്ലാം ചൈന ഏറ്റവും ക്വാളിറ്റി. ചൈനയുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രമേ അവർ ക്വാളിറ്റി ഉണ്ടാക്കുകയുള്ളൂ. അവരവരുടെ രാജ്യത്ത് എന്ത് ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, എന്ത് സാധനം അവർ നിർമ്മിക്കുന്നോ അത് അവരുടെ രാജ്യത്തിന് ക്വാളിറ്റി ഉള്ളതും അവർ കയറ്റുമതി ചെയ്യുന്നത് ഏറ്റവും പിന്നെ ലോവസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളതിനെയാണ് അവർ കയറ്റി അയക്കാൻ ശ്രമിക്കുന്നത്. അവർ ആയുധങ്ങളുടെ കാര്യത്തിലും അതേ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ പല ആയുധങ്ങളും ഇപ്പോൾ, പല പീരങ്കികളും ഇപ്പോൾ കയറ്റിയിട്ടിരിക്കുകയാണ്. അത് ശരി. പാകിസ്ഥാൻ്റെ ഏതാണ്ട് 30% പീരങ്കികൾ കയറ്റിയിട്ടിരിക്കുകയാണ്. ഇത് അറ്റകുറ്റപ്പണി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അവർ ഉപയോഗശൂന്യമായി 81% ചൈനയിൽ നിന്നാണ് ഇവർ ഇത് വാങ്ങിയിരിക്കുന്നത്. അവർക്ക് വലിയ അബദ്ധങ്ങളാണ് അവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. മുൻകാല സർക്കാരുകൾ, അവർക്ക് ഒരു സർക്കാർ അധികകാലം ഇല്ലല്ലോ, അതില്ല, വരുന്നു പോന്നു എന്നുള്ളത്. ഇന്ത്യയേക്കാൾ ചെലവഴിക്കുന്നുണ്ട് പ്രതിരോധ സാമഗ്രികൾ വാങ്ങിക്കൂട്ടാൻ പ്രതിവർഷം. ഇന്ത്യയേക്കാൾ ഏറ്റവും കൂടുതൽ, അതായത് ഇന്ത്യയും പാകിസ്ഥാനെ നോക്കുമ്പോൾ ഇന്ത്യയേക്കാൾ ഈ പറയുന്ന പ്രതിരോധ സാമഗ്രികൾ, ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ പിന്നെ പണം മുടക്കുന്നത് പാകിസ്ഥാനാണ്. അത് ഈ ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങൾക്ക് അവരൊരു വലിയ വിപണിയാണ്. അതെ, ഇപ്പം ചൈന അവിടെയാണ് വിപണി കണ്ടെത്തിയിരിക്കുന്നത്. ചൈനയാണ്. പിന്നെ രണ്ടാമത് നെതർലാൻഡാണ്. നെതർലാൻഡും കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുള്ളത്, പിന്നെ നമ്മുടെ തുർക്കി ഉള്ളത്. നെതർലാൻഡ് 5.3 പിന്നെ തുർക്കി 3.3 തുർക്കിയാണ് ഏറ്റവും കുറഞ്ഞത്. പിന്നെ ബാക്കിയുള്ളത് അവർ പുറത്തുനിന്ന് വാങ്ങുന്നുള്ളൂ. 81% അവരുടെ ചൈനയുടെ വിപണി അവിടെയാണ്. അതിനിടയിലാണ് ഇവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഷഹബാസ് ഷെരീഫ് ഇന്നലെ ട്രംപിനോട് ആവശ്യപ്പെട്ടു, US ആവശ്യപ്പെട്ടു, ഇതിലിടപെടണം, ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് പാകിസ്ഥാൻ US ആവശ്യപ്പെട്ടു. അത് പ്രകാരം ഇന്ത്യയിലേക്ക് പിന്നെ US വിദേശകാര്യ സെക്രട്ടറിയുടെ കോൾ വന്നു. അത് ഇന്ത്യയിലേക്ക് വന്നു. നമ്മളിതിപ്പോൾ ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് അവസാനിപ്പിക്കാൻ നേരത്തെ തയ്യാറാണ്. അവരടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് നിർത്തും. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഇനി എന്തെങ്കിലും ഇന്ത്യ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു ഭീകരാക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യയിലേക്ക്, പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു ഭീകരാക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അത് യുദ്ധമായി കണക്കാക്കപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുറന്ന യുദ്ധമാണ്. അത് അടിച്ചവനോ പിടിച്ചവനോ എന്നൊന്നുമില്ല, എല്ലാവരും യുദ്ധത്തിൻ്റെ ഭാഗമാണ്. ചെയ്തവനൊന്നോ കണ്ടു തിന്നവനെന്നോ കേട്ടവനെന്നോ ഒന്നുമില്ല, ഭരണകൂടമെന്നോ സൈന്യമെന്നോ വ്യോമസേനയെന്നോ ഒന്നുമില്ല. ചെയ്തവർ ഇനിയിപ്പോൾ ഭീകരവാദികളോ ഒന്നുമില്ല.
ശത്രു പാകിസ്ഥാൻ തന്നെയാണെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അത് അവർ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇനിയുള്ളത്. ഇപ്പോഴും പിന്നെ തോക്ക് താഴെ വെച്ചിട്ടില്ല, വിരൽത്തുമ്പ് കാഞ്ചിയിലിരിക്കുകയാണ്. അത് അപ്പുറത്തും അതുപോലെ തന്നെ ഇപ്പുറത്തും. ഇനി ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് രാഷ്ട്രീയ തലത്തിലുള്ള ചർച്ചയാണ്. ഗവൺമെൻറ്റുകൾ തമ്മിൽ ചർച്ച നടത്തണം. നമ്മളിവിടെ ചർച്ച നടത്താൻ തയ്യാറാണ്. അവിടെ ആരോട് ചർച്ച ചെയ്യും? അതാണ് അവിടുത്തെ പ്രശ്നം. അതാണ് അവിടെ നമ്മൾ അവിടെ ഒരു ശാശ്വതമായ അല്ലെങ്കിൽ സുസ്ഥിരമായ ഭരണകൂടം. അതാണ്, അതായത് അവിടുത്തെ സൈന്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഷഹബാസ് ഷെരീഫ് വിളിച്ചിട്ട് US ആവശ്യപ്പെട്ടു ഇന്ത്യയോട് സമ്മർദ്ദപ്പെടുത്തണം എന്ന് പറഞ്ഞു. US ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ തയ്യാറാണ്, വില്ലിംഗ് ആണ് എന്ന് പറഞ്ഞു. അത് പ്രകാരമാണ് മിലിറ്ററി ഓപ്പറേഷൻ DG-മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത്. മിലിറ്ററി ഓപ്പറേഷൻ DG-മാർ തമ്മിലുള്ള ചർച്ചയിലാണ് ഇതിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് ഭരണതലത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല. സൈനിക നേതൃത്വം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ, ഭരണ നേതൃത്വം എന്താണ് നടപ്പാക്കിയിരിക്കുന്നത്? സിന്ധു നദീജല കരാറ് നമ്മൾ അതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അത് ഒരു കാരണവശാലും നമ്മളിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അതിൽ നിന്നും അത് മാറ്റമില്ല. എല്ലാം അതുപോലെ തന്നെ റദ്ദാക്കിയ കരാർ അങ്ങനെ തുടരും. എല്ലാം അതുപോലെ തന്നെ. അതായത് കാഞ്ചി പിന്നെ വലിക്കുന്നില്ല എന്നുള്ളത് മാത്രം. വിരൽത്തുമ്പിൽ കാഞ്ചിയുണ്ട്, കാഞ്ചി വലിക്കില്ല, കാഞ്ചി തൊടുന്നില്ല, പിന്നെ വലിക്കില്ല, അത്രയേ ഉള്ളൂ. അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ എന്നല്ലാതെ ഇതിന് ശാശ്വതമായിട്ടൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവരുടെ, ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറായാൽ പോലും അവിടെ ചർച്ച ചെയ്യാൻ ഒരാളില്ല. ഷഹബാസ് ഷെരീഫ് US ആവശ്യപ്പെട്ടു, സമ്മർദ്ദപ്പെടുത്തി ഇത് നിർത്തിക്കണമെന്ന് പറഞ്ഞു. US ഇടപെട്ടു, ഇന്ത്യയിലേക്ക് ചെയ്തു. അതിനുശേഷം 5:33 ട്രംപിൻ്റെ എക്സിലെ പോസ്റ്റ് വരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനിനെയും രണ്ടുപേർക്ക് നന്ദി പറയുന്നു. US-ന്റെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ജമ്മു കാശ്മീരിലെ ശ്രീനഗർ, അനന്ത്നാഗ്, ബാർമർ, ഉധംപൂർ ഇവിടെയെല്ലാം ഫയറിംഗ് ഉണ്ടായി. ഗുജറാത്തിലെ കച്ചിലും അവർ ഡ്രോൺ പറത്തി. ഇതെല്ലാം അവർ ചെയ്തു വെച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനെ അലിൻ ജോസ് പെരേരയാക്കി വിട്ടു പാകിസ്ഥാൻ. അതാണ് നടന്നത്. അവിടുത്തെ ട്രംപിനും മനസ്സിലായില്ല, അവിടുത്തെ അലിൻ ജോസ് പെരേരയാക്കി വിട്ടു. ട്രംപിനും മനസ്സിലായില്ല ഇവന്മാർ ആര് പറഞ്ഞാലും കേൾക്കാത്തവന്മാരാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായില്ലാകുമെന്ന്. അപ്പോൾ ഇവന്മാർ അതിനുശേഷവും ഫയറിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ഫയറിംഗ് നടത്തി. എന്നാൽ ഒമർ അബ്ദുള്ള അതെടുത്ത് പോസ്റ്റ് ചെയ്തു. പല പ്രതിപക്ഷ കക്ഷികളും അത് ആയുധമാക്കി. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് പ്രതിപക്ഷ പാർട്ടിയോ ഏത് പ്രതിപക്ഷത്തിലെ ഏത് നേതാവോ ആയിക്കോട്ടെ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല, ഒരു ഭ്രാന്തന്മാരുടെ കൂട്ടമാണെന്ന്. അവന്മാർ കുറേ കുസൃതി കുട്ടന്മാരാണ്. അവന്മാരിങ്ങനെ കുരുത്തക്കേടുകൾ കാട്ടിക്കൊണ്ടേയിരിക്കും. രണ്ടടി കിട്ടുമ്പം മിണ്ടാതിരിക്കും. നമ്മുടെ ഈ ക്ലാസ്സുകളിലൊക്കെ ചില ഈ കുസൃതി കുട്ടികളുണ്ടല്ലോ, വികൃതികൾ കാണിക്കും. രണ്ടടി കൊടുക്കുമ്പം പിന്നെ കുറച്ച് നേരം അടങ്ങിയിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും ഒരു സൈഡിൽ നിന്ന്. കാര്യം ഇവന്മാരുടെ സ്ഥിരം പരിപാടി അതാണ്. അതായത് എവിടെ ആർക്കെങ്കിലും പോയിട്ട് അടി മേടിക്കുക, പിന്നെ വീണ്ടും കുറച്ച് നേരം അടങ്ങിയിരിക്കുക. അപ്പം ഇതിൽ ഏറ്റവും വലിയ അബദ്ധം പറ്റിയിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA, അവർക്കാണ് ഇതിൽ ഏറ്റവും വലിയ അബദ്ധം പറ്റിയത്. കാര്യം ഇന്ത്യ കയറി അടിച്ച് മുന്നോട്ട് പോകും എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബലൂചിസ്ഥാൻ്റെ കൊറ്റ പിടിച്ചെടുത്ത സ്ഥിതിക്ക് ബലൂചിസ്ഥാൻ സ്വതന്ത്ര ബലൂചിസ്ഥാനായി പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ സർക്കാർ പിന്നെ പ്രഖ്യാപിക്കാമെന്നുമായിരുന്നു അവരുടെ ഒരു വിശ്വാസം. പക്ഷേ ആ ധാരണ തെറ്റിപ്പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എയിം എന്താണ് എന്നുള്ളത് പൂർണ്ണ അർത്ഥത്തിൽ BLAക്ക് മനസ്സിലായില്ല. BLAയുടെ ഒരു ധാരണ ഇന്ത്യ കയറി അടിച്ചു വരും, പാകിസ്ഥാൻ തിരിച്ചടിക്കും, ഇന്ത്യ അങ്ങനെയാണെങ്കിൽ കയറി അടിച്ചുകൊണ്ടേയിരിക്കും. അതിനിടയിൽ BLA കൂടി ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ അവർക്ക് അസ്ഥാനത്തായിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശ്രദ്ധ മുഴുവൻ BLAയിലേക്കാവും. കാര്യം ഇവരുടെ കമാൻഡറെ അടക്കം അവർ കൊന്നു. ഇതിനിടയ്ക്ക് പാകിസ്ഥാൻ കമാൻഡറെ അടക്കം ഒരു കമാൻഡിങ് ഓഫീസറെ അവർ കൊലപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പാകിസ്ഥാൻ്റെ ശ്രദ്ധ അങ്ങോട്ട് കൂടുതൽ, ഇപ്പോൾ ഇന്ത്യ സൈലൻ്റ് ആയ സ്ഥിതിക്ക് അങ്ങോട്ട് തിരിയും. ഇതാണ് ഇനിയിപ്പോൾ ആ ഭാഗത്ത് നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ അവരും പോരാളികളാണ്. അവർ വലിയ പോരാളികളാണ്. അവർ ഇത്രയും വലിയൊരു രാജ്യത്തിനോട്, പാകിസ്ഥാൻ പോലെ ഒരു 6 ലക്ഷം ആർമി ഉള്ളതിനോട്, പാകിസ്ഥാൻ്റെ 6 ലക്ഷമാണ് അവരുടെ സൈനിക കരുത്തെന്ന് പറയുന്നത്. 6 ലക്ഷം ആർമിയോട് പിടിച്ചു നിൽക്കാൻ BLAക്ക് ഇത്രയും കാലം സാധിച്ചു. പക്ഷേ ഇത് കുറച്ചുകൂടെ നീട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ പാകിസ്ഥാൻ രണ്ടായനെ. ബലൂചിസ്ഥാൻ ഏറെയായി പോയനെ. പാകിസ്ഥാൻ പിന്നെ പാകിസ്ഥാനും അറിയാം. അത് പാകിസ്ഥാനും അറിയാം. മാത്രമല്ല അഫ്ഗാൻ മേഖലയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പറഞ്ഞൊരു കാര്യം, അഫ്ഗാൻ മേഖലയിൽ പിന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ പാകിസ്ഥാനെ മാത്രമല്ല ലക്ഷ്യമിടുന്നത്, അഫ്ഗാനിസ്ഥാനെ കൂടി ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്ന് പിന്നെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പറഞ്ഞു.
അഫ്ഗാനിസ്ഥാൻ ഉടൻ തന്നെ അവിടുത്തെ താലിബാൻ അപ്പം തന്നെ മറുപടി പറഞ്ഞു, ഞങ്ങളെ വലിച്ചടയ്ക്കണ്ട, ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരണ്ട, നമുക്കിതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇന്ത്യ പറഞ്ഞു അഫ്ഗാൻ അറിയാം അവരുടെ ശത്രു ആരാണ് എന്നുള്ളത് അവിടുത്തെ താലിബാൻ ഗവൺമെൻറ്റിന് വളരെ ഭംഗിയായി അറിയാമെന്ന് ഇന്ത്യ അതിന് മറുപടിയായി പറയുകയും ചെയ്തു. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ നിന്നുള്ള പിന്നെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാനെ മതരാഷ്ട്രമാക്കാൻ നോക്കുന്ന താലിബാൻ എന്നുള്ള സംഘം അവരും കയറി അടിക്കും. അത് പാകിസ്ഥാന് നന്നായി അറിയാം. ഇനിയിപ്പോൾ അധികം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ രാഷ്ട്രം തന്നെ, ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാണ്ടാവും. അത് ദില്ലിയിലേക്ക് ഒരു ആക്രമണം കൂടി എത്തിയിരുന്നെങ്കിൽ, ദില്ലിയിലേക്ക് കൂടി ഇവർ പറപ്പിച്ചിരുന്നെങ്കിൽ ഇന്നലത്തോടു കൂടി മോദി അതിലൊരു തീരുമാനം ഉണ്ടാക്കി കൊടുത്തേനെ. ഇന്നലത്തോടു കൂടി ആ പാകിസ്ഥാൻ്റെ പതാകയ്ക്ക് അവിടെ നിന്നും പൊട്ടി താഴെ വീണേനെ. ഉയർത്തി വെച്ചിരിക്കുന്ന പാകിസ്ഥാൻ്റെ ഇസ്ലാമാബാദിൽ നിന്നും പതാക പൊട്ടിപ്പാറി തറയിൽ വീണേനെ. പല പതാകയായിട്ട് മാറിയേനെ ഇസ്ലാമാബാദിൽ. അതാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരുന്നത്. അവരുടെ ഭാഗ്യം കൊണ്ട് അത് ആ ഒരു സാഹചര്യം ഉണ്ടാക്കി എടുത്തു. അത് ഉണ്ടാക്കിയെടുക്കാൻ അവരെ സഹായിച്ച ഒരു മധ്യസ്ഥൻ എന്ന് പറഞ്ഞ് എക്സിൽ പോസ്റ്റ് ആ പാവം മനുഷ്യനെ മണ്ടനാക്കി വിട്ടു. മണ്ടനാക്കി വിട്ടു. വെറും ഒരു അലിഞ്ചസ് പെരേരയാക്കിയിട്ട് പുല്ലുവിലയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ശരി.